ഹരേ കൃഷ്ണ. എന്താ കഥ? നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ. കണ്ണൻ്റെ ആടിയ എണ്ണയുടെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും പറയാം. ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ താങ്കളുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. എനിക്കൊരു അനുഭവം പറയാനുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു കൃഷ്ണഭക്തിയാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരാണ്. 4 വർഷമായിട്ട് ഞാൻ കഠിനമായ കാലുവേദന അനുഭവിച്ചിരുന്നു. വൈദ്യര് വാതാണെന്ന് പറഞ്ഞു. കുറേ ചികിത്സകൾ ചെയ്തു, മരുന്നുകൾ കഴിച്ചു, ഭേദമായില്ല. 2 മാസം കൂടുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗുരുവായൂരിലെത്താൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആടിയ എണ്ണ വാങ്ങി കാലിൽ തേക്കാൻ തുടങ്ങിട്ടോ. പൂർണ്ണമായും വേദന മാറി. ഒപ്പം സൂര്യ നമസ്കാരം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ കരുതി അതാവും കാരണമെന്ന്. അപ്പോഴും ആരോ മനസ്സിൽ പറഞ്ഞു, ആടിയ എണ്ണ പുരട്ടിയിട്ടല്ലേ മാറിയത് എന്ന്. അപ്പോൾ തന്നെ കണ്ണനോട് മാപ്പ് പറഞ്ഞു കേട്ടോ. എൻ്റെ പേര് പ്രേമ. ആദ്യമായിട്ടാണ് അനുഭവം പങ്കുവയ്ക്കുന്നത്. തെറ്റുകൾ ക്ഷമിക്കണം. എന്താ കഥ? ആടിയ എണ്ണയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അങ്ങനെ എത്ര ആളുകളാണല്ലേ. എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എഴുതി അയച്ചതാണ് വെള്ള പേപ്പറിൽ. ഇതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ അനുഭവം പറയുന്നുണ്ടും ഞാൻ എഴുതി അയക്കാൻ പറയുന്നുണ്ടും കുറേ കാലത്തിന് ശേഷം പെന്ന് തൊട്ട ആളുകളും എഴുതിയ ആളുകളും ഒക്കെ ഉണ്ട്. കൂട്ടത്തിലെല്ലാവരും നാമം എഴുതിക്കോളൂ കേട്ടോ. ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട് നാമം എഴുതി അങ്ങനെ നമ്മൾ അതുമായിട്ട് അങ്ങനെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഭഗവാന്റെ ഒരു സംരക്ഷണം ഉണ്ടാവും. അത് ആരോഗ്യവും സാമ്പത്തികവും സമാധാനവും ഒക്കെ ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തെളിഞ്ഞ മനസ്സായിരിക്കണം. തെളിഞ്ഞ മനസ്സെന്ന് വെച്ചാൽ വെള്ളത്തിൽ നോക്കിയാൽ നമ്മൾ കാണാൻ പറ്റണം നമ്മുടെ മുഖം ക്ലിയറായിട്ട്. അങ്ങനെയുള്ള മനസ്സ്. അപ്പം ഭഗവാന് എളുപ്പത്തിൽ പറയുന്നതൊക്കെ നമുക്ക് ഗ്രഹിക്കാനും സാധിക്കും. നമ്മൾ ഭഗവത്ഗീതയായാലും നാരായണിയായാലും ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് അറിയാലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ വരാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ.